ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് വിവാദങ്ങളിൽ രാജ്യം കനത്ത അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നുപോകുന്നതിനിടയിൽ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ ആവശ്യങ്ങളും നിയമ പോരാട്ടങ്ങളും ശക്തമാവുകയാണ്. ജൂൺ 21 നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ ഒരു മാസത്തേക്ക് കൂടി നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസം. ആദ്യ പരീക്ഷയിലെ ക്രമക്കേടുകളെ തുടർന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് പിന്നാലെ പെട്ടെന്നൊരു പുനഃപരീക്ഷ പ്രഖ്യാപിച്ചത് തങ്ങളുടെ ഒരുക്കങ്ങളെ ബാധിച്ചുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സിലബസ് ആവർത്തിച്ചു പഠിക്കാൻ പോലും ആവശ്യത്തിന് സമയം ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി 1467 വിദ്യാർത്ഥികൾ സുപ്രീം കോടതി അഭിഭാഷകനായ വിനീത് ജിൻഡാൽ വഴി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സംയുക്തമായി നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കനത്ത ആശങ്ക നിലനിൽക്കെ തന്നെ രാജ്യവ്യാപകമായി ആദ്യ പരീക്ഷ മൊത്തത്തിൽ റദ്ദാക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെയും NDAയുടെയും നടപടിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പുതിയൊരു ഹർജിയും ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ മംഗള കോഹ്ലി സമർപ്പിച്ച ഈ ഹർജിയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കിയത് തികച്ചും നിയമവിരുദ്ധവും നീതിരഹിതവുമാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നീറ്റ് ഒരു ദേശീയതല പരീക്ഷയാണെന്നും രാജ്യത്തെ ഏതാനും സെന്ററുകളിൽ മാത്രമാണ് ചോദ്യപേപ്പർ ചോർച്ചയോ ക്രമക്കേടുകളോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ വീഴ്ച സംഭവിച്ച നിർദ്ദിഷ്ട സെന്ററുകളിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷ മാത്രം റദ്ദാക്കി അവിടെ പുനഃപരീക്ഷ നടത്തിയാൽ മതിയാകുമെന്നും ക്രമക്കേടുകളിൽ യാതൊരു പങ്കുമില്ലാത്ത ഭൂരിഭാഗം വരുന്ന കഠിനാധ്വാനികളായ വിദ്യാർത്ഥികളെ വീണ്ടും പരീക്ഷ എഴുതിക്കുന്നത് കടുത്ത ദ്രോഹമാണെന്നുമാണ് ഹർജിക്കാർ വാദിക്കുന്നത്. ആദ്യ പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള കേന്ദ്ര വിജ്ഞാപനവും ജൂൺ 21 പുനഃപരീക്ഷാ നോട്ടിഫിക്കേഷനും റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്ന ഈ അതീവ പ്രാധാന്യമുള്ള ഹർജി സുപ്രീം കോടതി നാളെ തന്നെ പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. ചോദ്യപേപ്പർ ചോർച്ചയും ഗ്രേസ് മാർക്ക് ക്രമക്കേടുകളെയും തുടർന്നുള്ള CBI അന്വേഷണങ്ങളിലേക്ക് രാജ്യം കടക്കുമ്പോഴും പുതിയ പരീക്ഷാ തീയതികളിലെ അനിശ്ചിതത്വവും സുപ്രീം കോടതിയിലെ നിയമക്കുരുക്കളും മെഡിക്കൽ പ്രവേശന പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ കോടതി വിധികളും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിലുള്ള NDAയുടെ നിലപാടുകളും ലക്ഷക്കണക്കിന് മെഡിക്കൽ മോഹികളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായി മാറും.